മാധവൻ നായരെ, മാധവൻ നായർക്കുന്നൊരു നല്ല ദിവസോ. തന്റെ പേരിൽ ആരോ നിവേദ്യം കഴിപ്പിച്ചിരിക്കണു. ചേട്ടാ ചേട്ടാ, വീട്ടിലാകെ കുഴപ്പോ. രമേശിനെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടി. അവൻ എന്റെ കരണം തടിച്ചു ചേട്ടാ. ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്ന അവന്. സ്വന്തം പേരിൽ സ്വത്തുക്കൾ എഴുതി വാങ്ങാൻ അവന്റെ ശ്രമം. നാത്തൂനും രേണുമോളും ഒക്കെ ആകെ പേടിച്ചിരിക്കുക. ചേട്ടൻ എന്തെങ്കിലും ഉടനെ ചെയ്യണം. താമസിച്ചാൽ അവൻ എല്ലാരെയും കൊല്ലാൻ പോലും മടിക്കത്തില്ല. കല്യാണം നടന്നു കഴിഞ്ഞ് അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു കാർ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ്. അതിന്റെ മുനമ്പിൽ നിർത്തി എനിക്കത് ചെയ്യിക്കേണ്ടി വരും. അതിനു മുമ്പ് നിന്നെ ഞാൻ അഴിക്കകത്താക്കും. എടാ കാലമാടാ, എന്റെ സ്വത്തിന്റെ ഒരു തരി പോലും നിനക്ക് കിട്ടില്ല. എല്ലാ തെറ്റുകളും ഞാൻ കമ്മീഷനോട് തുറന്നു പറയും. തൂക്കുമരത്തിൽ കയറേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്റെ പ്രശ്നം നീയാ. നിന്റെ അധ്യായം ഇതോടെ ഞാൻ അടക്കി. സിംഹത്തിന് ഇപ്പൊ തന്നെ നിന്നെ കാര്യമായ സംശയമുണ്ട്. ഇയാളുടെ കുമ്പസാരം കൂടി ആവുമ്പോ നിന്റെ ജീവിതം തുറുങ്കിലാവും. കൊല്ലം എത്ര കിട്ടുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതിന് മാധവൻ നായർ സിംഹക്കൂട്ടിൽ എത്തിയിട്ട് വേണ്ടേ? നിങ്ങളൊക്കെ ആരാ? അയ്യോ, തലയുടെ പരിക്ക് അല്പം സീരിയസ് ആണ്. അർജന്റായ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ബ്ലഡ് വേണം, ഓ പോസിറ്റീവ്. ഞാൻ കൊടുക്കാം ഡോക്ടർ. എങ്കിൽ വേഗം വേണം. അതെ, നിനക്ക് ഇപ്പോഴും അയാളോട് സോഫ്റ്റ് കോർണർ? ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. കേസിന്റെ വിധി വരുന്നവരെ അയാൾ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്താ മാഡം, അസുഖം വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ കിടപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ വന്ന്? വെറുതെ വന്നതാ. നോ നോ നോ, ബി കെയർഫുൾ. പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുന്ന പോലെ വെറുതെ ടൈം പാസിന് ആശുപത്രിയിൽ വരാൻ പാടില്ല. പോരെങ്കിൽ ഇത് വൈറൽ ഇൻഫെക്ഷന്റെ കാലഘട്ടമാണ്. ജീവിതത്തിൽ ഇതൊക്കെ ഒരിക്കലേ വരൂ. വന്നാ പിന്നെ പോവുകയുമില്ല. സത്യം പറയൂ, വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇവിടെ ചികിത്സയിലുണ്ടോ? ഇല്ല. ഉണ്ട് ഉണ്ട്. എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്ന ആർക്കറിയാം. ഓക്കെ, ലെറ്റ് ദിസ് ഹോസ്പിറ്റൽ ബി എ സെന്റർ ഓഫ് ഫോക്കസ്. എനിബഡി ദേർ? നോ. എന്തിനാ സീക്കെ നമ്മളിവിടെ വന്നത്? പറയാം. ഈ ബിസിനസ്സിൽ എനിക്കെന്താ നേട്ടം? നിന്റെ വാഗ്ദാനങ്ങളൊന്നും നീ ഇതുവരെ നടത്തിയിട്ടില്ല. സ്വത്തുക്കൾ കൂടി ഇഷ്ടദാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കളരിക്ക് പുറത്ത്. എന്റെ പേരെങ്ങനെ നഷ്ടങ്ങളുടെ പട്ടികയിലാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ ബി സ്ട്രൈറ്റ്. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് സീക്കയ്ക്കാണ്. സോ യു പ്രിപ്പയർ ഫോർ എ ഷോക്ക്. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾക്ക് മോളുടെ അച്ഛനാകാൻ പ്രായമുണ്ട്. പ്രായം ഇത്തിരി കൂടുതലുണ്ട്, നേരാ. പക്ഷെ വേറെ ആര് വരാനാ? കാരാഗ്രഹത്തിലേക്ക് പോകാനിരിക്കുന്ന വെറും ഒരു പാപ്പരുടെ മോളെ വേറെ ആര് കെട്ടാനാ? ബാലേന്ദ്രന്റെ കൂടെ അഴിഞ്ഞാടി കിടന്ന പെണ്ണ. ഇനി വല്ല ഒപ്പിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം? വികാരം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. കല്യാണം ആലോചിച്ചു എന്നപ്പോ നാട്ടുകാരനോട് ചോദിച്ചതാ. അവൾക്കിപ്പോ കല്യാണം വേണ്ട. ആവശ്യമുള്ളപ്പോ ഞങ്ങൾ നടത്തിക്കോളാം. അത് ചേച്ചി മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? സീക്കയുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഇത് സമ്മതിപ്പിച്ചത്. ഇനി മാറ്റി പറയാൻ പറ്റില്ല. എനിക്ക് ഈ ബന്ധം ഇഷ്ടമാ. ഇത് നടക്കണം, ഇതേ നടക്കാവൂ. അപ്പുറത്തേക്കൊന്ന് വാ. ആ സീക്കെ വന്നിട്ടുണ്ട്. അയാളുമായി ഒരു ഉപചാരമൊന്നും വേണ്ടെങ്കിലും
ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു പെണ്ണ് കാണൽ. ചേച്ചി വാ. ഞാൻ എങ്ങോട്ട് വരുന്നില്ല. ഇറങ്ങി പോകുന്നുണ്ടോ സ്വയം കെടുത്താതെ? നീ എന്റെ അച്ഛന് പറയുന്നത് തന്നെയാണോ? കൂടുതൽ ഒച്ച വെക്കണ്ട. എന്റെ അമ്മയെ ചതിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. വാ വരാൻ. You get out. ഇറങ്ങി പോകാൻ. എന്താ രേണു ഇങ്ങനെ? പെണ്ണ് കാണാൻ വരുമ്പോ കല്യാണ പെണ്ണിനെ കെട്ടോട്ട് പറയുക? താൻ പോടോ, നാണമില്ലാത്തവൻ. ഇപ്പൊ വിട്ടേക്കാം. ഈ മോതിരം ഒന്ന് വിരലിലിട്ടാൽ അവകാശത്തോടെ എനിക്ക് പുറത്തു പറയാമല്ലോ. കൈവിടാ റാസ്കൽ. വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിക്കുന്നു. നിന്നെ ഞാൻ ദുഷ്ടാ, നീ ആടാ ഇതിനൊക്കെ കാരണം. രമേശ, ശബ്ദിക്കരുത്. നീ എങ്ങോട്ടാ? എന്നെ ഭരിക്കാൻ താനാരാ? കല്യാണം തീരുമാനിച്ച പെണ്ണ ഇനിയും ചുറ്റിക്കളിച്ച് പേര് ദോഷം ഉണ്ടാക്കണ്ട. അടുത്ത 14 ഈ കല്യാണം നടക്കും. അതുവരെ അവൾ അതിനകത്ത് തന്നെ കിടക്കും. കല്യാണത്തിലുള്ള താലി തീർത്തോ, ഇത് ഞാൻ നടത്തും. രമേശിനോട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അതല്ല, കേട്ടേ പറ്റൂ. രേണുവിന്റെ കാര്യത്തിൽ സി കെ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. രേണുവും സി കേട്ടുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞു. ആ വിവാഹം നടക്കില്ല. ഇത് ബലം പ്രയോഗിച്ച് അവളുടെ കയ്യിൽ മോതിരമിടാൻ ശ്രമിച്ചതിന് എന്റെ വക ഒരു ചെറിയ സമ്മാനം. ഇനി താലിയും തീർപ്പിച്ച് അങ്ങോട്ട് പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എവിടെയാണ്? എനിക്കറിയില്ല. അറിയില്ല? രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. എവിടെയായാലും ഞാൻ അവളെ കണ്ടുപിടിക്കും. ഇപ്പോ എന്നും തിരുമേനി നിവേദിച്ചോറ് തരുന്നുണ്ടല്ലോ. മാധവൻ നായർക്ക് വേണ്ടി ഒരാള് കഴിപ്പിക്കുക. എനിക്ക് വേണ്ടി കഴിപ്പിക്കേ? ആരാ അത്? അത് പറയാൻ പറ്റില്ല. തിരുമേനി പറയണം, എന്നാലേ ഞാനിത് കഴിക്കൂ. ആരാ? ബാലേന്ദ്രൻ. അച്ഛാ, അച്ഛനെ ഞാൻ എവിടെല്ലാം തിരഞ്ഞു. എന്തു പറ്റി മോളെ? അയാൾ എന്റെ കല്യാണം തീരുമാനിച്ചു. ആ സീക്കെ ആയിട്ട് ഈ 14-ന്. അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അച്ഛൻ എന്നെ രക്ഷിക്കണം. അയാളുടെ കൂടെ എന്നെ പറഞ്ഞയക്കല്ലേ. അതിൽ ഭേദം എന്നെ കൊന്നു കളയുന്നതാ. അച്ഛന് മോളേക്കാൾ വലുത് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? എനിക്ക് പറയാൻ വേറെ ആരാ അച്ഛ ഉള്ളത്? അതോ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അച്ഛന് കാണണോ? കഴിഞ്ഞതെല്ലാം മറക്കണം ബാല. എന്റെ മോളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഒരിക്കൽ ഇതേ ഔദാര്യം എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ചെയ്തില്ല. എന്നെ ഇനിയും കുത്തി നോവിക്കരുത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്റെ മോൾ അനുഭവിക്കാൻ പാടില്ല.
അനുഭവിക്കണം. ആര് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് എന്റെ അനിയത്തി അനുഭവിക്കുന്നത്? അന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്. സമ്മതിച്ചു ബാല, അതെല്ലാം തിരുത്താൻ നീ എനിക്കൊരു അവസരം തരണം. വൈകിപ്പോയി മാധവൻ നായരെ. നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അങ്ങനെ പറയരുത് ഭാരതിയമ്മേ, നിങ്ങളും കൂടെ ഒന്ന് പറ. ഇവരുടെ കല്യാണം നമ്മളെല്ലാവരും കൂടി പണ്ടേ തീരുമാനിച്ചതല്ലേ? ഓ, അതൊക്കെ മാധവനാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? സാരമില്ല, പറഞ്ഞുറപ്പിച്ച ബന്ധം മുടങ്ങുന്നത് ഈ വീട്ടിൽ ആദ്യമല്ലല്ലോ. വിധിച്ച സൗഭാഗ്യങ്ങൾ പലതും അനുഭവിക്കാൻ യോഗമില്ലാതെ പോയവരായ എന്റെ മക്കള്. ഇനി ആ കുടുംബത്തിൽ നിന്നൊരു ബന്ധം ഈ വീട്ടിൽ ആവശ്യമില്ല. എല്ലാവരും കൂടെ എന്നെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കാനും രക്ഷിക്കാനും ഞങ്ങൾ ആരുമല്ല. മാധവൻ നായർക്ക് പോകാം. The undersigned has also gone deep into the basic issue, included in the terms of reference, whether he has fabricated false evidence for the purpose of favorable judicial verdict, which is punishable under section 193 of Indian Penal Code. തകർപ്പൻ അയാളുടെ ആഫീസ് പൂട്ടുമോ സാറേ? അതൊക്കെ തീരുമാനിക്കാൻ ഒരു മംഗള മുഹൂർത്തം വരുന്നു നാളെ. എന്റെ അന്വേഷണത്തിന്റെ 90-ാം ദിവസം. അന്ന് തന്നെയാണ് മറ്റൊരു മംഗള മുഹൂർത്തവും. എന്താ സാർ, സാറിന്റെ പിറന്നാളാണോ? അല്ലല്ല, ആ പെങ്കുച്ചിന്റെ രേണുകയുടെ കല്യാണം an accidental coincidence. മകളുടെ കല്യാണം അച്ഛനും അമ്മയും കൂടി കൈകോർത്തു പിടിച്ചു നിന്ന് നടത്തിയാൽ അതിപ്പോ ഒരു തെളിവ് കിട്ടാനുണ്ടോ എനിക്ക്? മകളുടെ കല്യാണം നടത്തിക്കാൻ അയാൾ വന്നാൽ അയാളുടെ തലയിലെഴുത്തിന്റെ അവസാനത്തെ അടിയൊപ്പ് ഞാൻ വെക്കും. ലൈക്ക് ദിസ്, പ്രതാപസിംഹം. ഇതുവരെ റെഡിയായില്ലേ? പെട്ടെന്ന് വാ. ആരുടെ മകളെ പോലെ ഉണ്ടല്ലോ. Good morning, Miss Madhav Nair. Come. I was waiting for you. At last you are caught red-handed. നിങ്ങൾ കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ റിപ്പോർട്ടിൽ ഒപ്പുവയ്ക്കാവല്ലോ. This is contempt of court, court election. You should not have behaved like this, Mr. Madhav Nair. ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇതേ മണ്ഡപത്തിൽ മറ്റൊരു കല്യാണം നടക്കണം. ഒരു രാത്രി ഞാൻ എന്റെ സ്വാർത്ഥത കൊണ്ട് ഊരിയ താലിയാണിത്. സ്നേഹബന്ധങ്ങളെക്കാൾ വലുത് പണമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അല്പം വൈകിയാണെങ്കിലും ഈശ്വരൻ എനിക്കിത് മനസ്സിലാക്കി തന്നു. നോക്കണ്ട സാറേ, എന്റെ കുറ്റം ഞാൻ സമ്മതിക്കുന്നു. ഡൈവേഴ്സിനും പാപ്പരസൂട്ടിനും വേണ്ടി ഞാൻ തെറ്റായ വസ്തുതകളാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. മേളം നടക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. Madhav Nair, stop it. This is public nuisance. This is public gathering. You don't know the section. Madhav Nair, please. സാർ, ഈ കല്യാണം നടത്തരുത്. അന്യന്റെ ഭാര്യയെ ബലാത്കാരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ കഴിയൂ മിസ്റ്റർ.
ആ ഇനി സീക്കാനും പീക്കാനൊക്കെ വിളിച്ചോണ്ട് പോവാ. താലി എവിടെ, താലി എവിടെ? എഴുന്നേക്കട കഷണ്ടി തലയാ. എന്റെ അച്ഛന്റെ പ്രായം ഉണ്ട്. ഞാൻ ദേ ബാലേന്ദ്രന് മാത്രം എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. അത് ഞാൻ തീരുമാനിക്കും. വിടാനാണ് പറഞ്ഞത്. കോടതി നിയമിച്ച കമ്മീഷനെ കയ്യേറ്റം ചെയ്തു. ദിസ് ഇസ് കണ്ടം ഓഫ് കോർട്ട്. അറസ്റ്റ് ദം പ്ലീസ്. ഇരിക്കണോ? മിസ്റ്റർ നായർ, ഇനി റിപ്പോർട്ടിൽ എനിക്ക് ഒപ്പുവയ്ക്കാമല്ലോ. എനിക്ക് കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും വേണ്ട. ബാലേന്ദ്രൻ എന്റെ മോളെ കല്യാണം കഴിക്കുന്നു. Then proceed. അയ്യോ, താലി ആ മഹാഭാവി കൊണ്ടുപോയല്ലോ മോനെ. കൊണ്ടുപോട്ടെ. ഈ പാപി അല്ലാത്തൊരു താലി ആ കൊണ്ട് അങ്ങോട്ട് വന്നേ. ഇതാ. ആ മേളം മുറുകട്ടെ. ബാലേന്ദ്രൻ, നിങ്ങൾക്ക് നീതി കിട്ടും ഉറപ്പാണ്. താങ്ക് യു സർ. ആ പിന്നൊരു കാര്യം, ഈ താലി എന്ന് പറയുന്നത് ഒരു കഷ്ണം പൊന്ന് മാത്രമല്ല. അത് പരസ്പര സ്നേഹത്തിന്റെ കണ്ണിയാണ്, പരസ്പര വിശ്വാസത്തിന്റെ കണ്ണിയാണ്. അത് പവിത്രമാണ്, പരിശുദ്ധമാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? Then wish you all the best.